നമസ്കാരം. KS മെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിച്ചിരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫാക്ട്സ് അബൌട്ട് പ്രോമിനൻറ്റ് ലീഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ ഗാന്ധി ആയിക്കോട്ടെ, അംബേദ്കർ ആയിക്കോട്ടെ, സുഭാഷ് ചന്ദ്രബോസ് ആയിക്കോട്ടെ, ഇവരെക്കുറിച്ചൊക്കെയുള്ള പല രീതിയിലുള്ള ഫാക്ട്സ് PSC പല കാലയളവിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സാമാന്യ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച സുഭാഷ് ചന്ദ്രബോസ് കുട്ടിക്കാലം തൊട്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ നല്ലൊരു മികവ് കാഴ്ചവെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ 1919 അദ്ദേഹം ലണ്ടനിലേക്ക് പോവുകയും അവിടെ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുകയും ചെയ്തു. അതും ഉയർന്ന റാങ്കോട് കൂടിയാണ് അദ്ദേഹം അന്ന് ക്ലിയർ ചെയ്തത്. അന്നൊരു ഇന്ത്യൻ സിറ്റിസൺ, ഒരു ഇന്ത്യക്കാരന് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുകയും അതിൻ്റെ ഉയർന്ന റാങ്കിലേക്ക് എത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് നോട്ട് ഒരു പോസിബിളായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മികവ് കൊണ്ട് അദ്ദേഹം ഇതിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുകയും ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് എത്തിപ്പെടാനും അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഇന്ത്യൻ ജനത നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേരെയൊന്നും കണ്ണടച്ചുകൊണ്ട് സിവിൽ സർവീസിൽ തന്നെ ഒരു സുരക്ഷിതമായ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം മുതിർന്നില്ല. അദ്ദേഹം പതുക്കെ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും വിരമിച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഗുരു ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിവേകാനന്ദയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഗുരു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ചിത്തരഞ്ജൻ ദാസ് അഥവാ CR ദാസിനെയാണ്. CR ദാസിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വരാജ്യ പാർട്ടി സ്ഥാപിക്കുകയും അന്ന് കൗൺസിൽ എൻട്രിയെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് CR ദാസ്. 1921 അദ്ദേഹം ദ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അതിനുശേഷം 1923 തൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ട്, തൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് 1923 അദ്ദേഹം ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് എത്തുകയും അതുമാത്രവുമല്ല ബംഗാൾ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്കും ഉയരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകം തന്നെയാണ് ജയിൽവാസം, അല്ലേ? മിക്ക രാഷ്ട്രീയ നേതാക്കന്മാർ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മിക്ക നേതാക്കന്മാരുടെയും ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം അവർ ജയിൽ കിടന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസും 1925 മ്യാൻമാറിലെ മണ്ഡലെ ജയിലിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ജയിൽവാസത്തിന് ശേഷം 1930കളിൽ അദ്ദേഹം യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും ഈ ഒരു കാലയളവിൽ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് 1920 തൊട്ട് 1934 കാലയളവിലുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ. അപ്പോൾ PSC പോയിന്റ് ഓഫ് വ്യൂ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് സുഭാഷ് ചന്ദ്രബോസ് INCയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇമ്പോർട്ടൻ്റ് കോൺഗ്രസ് സെഷൻസ് ആണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് 1938 ഹരിപുര സെഷനാണ്. ഹരിപുര സെഷനിൽ അദ്ദേഹം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയും അതുമാത്രവുമല്ല ഗാന്ധിയുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ഇത് നയിക്കുകയും ചെയ്തു. കാരണം ഗാന്ധി എല്ലാവർക്കും അറിയാം ഒരു അഹിംസാവാദിയാണ്. സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് ഒരു റവല്യൂഷണറി ആയിട്ടുള്ള ചിന്താഗതികൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഒരിക്കലും ഇവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള തർക്കങ്ങളും ഉണ്ടായിട്ടില്ല. ഐഡിയോളജിക്കലായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് ഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസിനെയും പരസ്പരം അകറ്റുന്ന ഒരു രീതിയിലേക്ക് എത്തുകയുണ്ടായി. ഹരിപുര സെഷന് ശേഷം സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആവുന്ന അടുത്ത സെഷനാണ് തൊട്ടടുത്ത വർഷം 1939 ത്രിപുരി സെഷൻ. അപ്പോൾ ത്രിപുരി സെഷനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ പട്ടാഭി സീതാരാമയ്യ ഗാന്ധിയുടെ സപ്പോർട്ടോടു കൂടി മത്സരിച്ച വ്യക്തിയാണ്. അതായത് ഗാന്ധി മുന്നിൽ നിർത്തിയ വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. പക്ഷേ ഈ പട്ടാഭി സീതാരാമയ്യെ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തുന്നുണ്ട്. ഇത് ഗാന്ധിക്ക് വളരെ വലിയൊരു അപമാനമായിട്ട് ഗാന്ധി തന്നെ അടയാളപ്പെടുത്തിയ ഒരു സംഭവം കൂടിയാണ്. പക്ഷേ 1939 പ്രസിഡൻഷിപ്പ് സ്ഥാനത്തേക്ക് വിജയിച്ചെങ്കിലും വേണ്ട രീതിയിൽ പ്രവർത്തനങ്ങൾ നയിക്കാനായിട്ട് സുഭാഷ് ചന്ദ്രബോസിന് സാധിച്ചില്ല. കാരണം INCയുടെ പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള, പ്രസിഡൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഒരു സിസ്റ്റമാണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി. ഈ വർക്കിംഗ് കമ്മിറ്റിയിലെ നേതാക്കളെല്ലാം തന്നെ ഗാന്ധിയൻസ് ആയിരുന്നു, ഗാന്ധി സപ്പോർട്ടേഴ്സ് ആയിരുന്നു.
അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു സപ്പോർട്ട് സുഭാഷ് ചന്ദ്രബോസിന് ലഭിച്ചില്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ. ഇതുമൂലം ഇതൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോവുകയും ഇത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാജിയിലേക്കും നയിച്ചു. ഇതിനുശേഷമാണ് അദ്ദേഹം പുതിയൊരു പാർട്ടി സ്ഥാപിക്കുന്നത്. അതിൻ്റെ പേരാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് എന്ന നേതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫേസ്. അപ്പോൾ അതിനു മുമ്പ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ഒരു ഹിസ്റ്ററി നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. ഇത് തുടങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് നമുക്കറിയാം ബ്രിട്ടൻ്റെ ആർമിയുടെ വലിയൊരു പങ്കം ഇന്ത്യൻസ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ഒരുപാട് ഇന്ത്യൻ സോൾജിയേഴ്സിനെ ജപ്പാൻ തടവിലാക്കുന്നുണ്ട്. അങ്ങനെ ജപ്പാൻ ഒന്ന് ചിന്തിച്ചു, എന്തുകൊണ്ട് ഈ സോൾജിയേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടനെതിരായിട്ട് ഒരു സമരം നയിച്ചുകൂടാ. അങ്ങനെ അന്നത്തെ ഇന്ത്യൻ സോൾജിയേഴ്സിനിടയിലുള്ള ഒരു ഓഫീസറായിരുന്നു മോഹൻ സിംഗ്. അങ്ങനെ INA സ്റ്റാർട്ട് ചെയ്യുന്നത് മോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് INA തുടങ്ങിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്നുള്ളത്. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് അല്ല, ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിക്കുന്നത് മോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലാണ്. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ മോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി ഫോം ചെയ്യുകയും ഇത് ജപ്പാൻ്റെ സപ്പോർട്ടോടുകൂടി ബ്രിട്ടനെതിരായിട്ടൊരു യുദ്ധം തുടങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ പിന്നീട് ഇത് എപ്പോഴാണ് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ജപ്പാൻ ഈ ഇന്ത്യൻ നാഷണൽ ആർമിയെ ഒരു സെക്കൻഡറി ആർമി, ഒരു B ഗ്രേഡ് ആർമി ആയിട്ടാണ് എപ്പോഴും കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് പതുക്കെ മോഹൻ സിംഗും ജാപ്പനീസ് ഗവൺമെൻറ്റും തമ്മിലൊരു തർക്കത്തിലേക്ക് പോവുകയും ആ INAയുടെ ആദ്യത്തെ ഫേസ് അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യുകയാണ്. അടുത്ത ഫേസ് ഏറ്റെടുക്കാൻ വരുന്ന വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ മോഹൻ സിംഗ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്. കാരണം ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇത്രയും വലിയൊരു നേതാവ് INAയുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സോൾജിയേഴ്സിൻ്റെ മൊറൈലിനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുമെന്നും ഇത് അവരുടെ പ്രവർത്തനത്തെ, അവരുടെ പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നും വിചാരിച്ച് സുഭാഷ് ചന്ദ്രബോസിനെ ഈ ഒരു INAയുടെ തലപ്പത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാര്യം സുഭാഷ് ചന്ദ്രബോസ് ആ സമയത്ത് ബ്രിട്ടനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു അവസരം നോക്കി നടക്കുകയാണ്. ആദ്യം അദ്ദേഹം ഹിറ്റ്ലറെ കാണുന്നുണ്ട്, ദെൻ റഷ്യയുമായി ബന്ധപ്പെടുന്നുണ്ട്, ദെൻ അദ്ദേഹം അടുത്തതായിട്ടാണ് ജപ്പാനുമായിട്ട് എന്ത് ചെയ്യുന്നത്, ചേർന്നുകൊണ്ട് INAയുടെ തലപ്പത്തേക്ക് വരുന്നത്. അങ്ങനെ മോഹൻ സിംഗിന് ശേഷം INAയുടെ തലപ്പത്തേക്ക് വരുന്ന വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. അന്ന് അദ്ദേഹം അവിടെ ഒരുപാട് റെജിമെൻറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. ആ റെജിമെൻറ്റ്സിനൊക്കെ ഇന്ത്യൻ നേതാക്കന്മാരായിട്ടുള്ള ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ പേര് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. തികച്ചും ഐഡിയോളജിക്കലായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ മാത്രമേ ബോസും കോൺഗ്രസ് നേതാക്കന്മാരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അവർ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ വഴി ഇന്ത്യയിലേക്ക് കടക്കുകയും ബ്രിട്ടീഷ് സൈന്യത്തോട് പൊരുതി നാഗാലാൻഡ് വരെ മുന്നേറാനും ഈ സൈന്യത്തിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ ക്രമേണ INAയുടെ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണം സംഭവിക്കുന്നത്. 1945 ഒരു പ്ലെയിൻ ക്രാഷിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഇത് INAയുടെ പിന്നീടുള്ള പ്രവർത്തനത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ട്സാണ് ഇന്ന് ഞാൻ ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതിൻ്റെ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്